പദ്ധതിയും ഈ ജില്ലയിൽ പ്രഖ്യാപിക്കുകയാണ്. എന്റെ വീട്ടിൽ തൊഴിലുറപ്പിനെ തകർത്തവർക്ക് പ്രവേശനമില്ല. തൊഴിലുറപ്പിനെ തകർത്തവർക്ക് വീട്ടിൽ പ്രവേശനമുണ്ടോ? ഇല്ല. തൊഴിലുറപ്പ് തകർത്തവർക്ക് വീട്ടിൽ ഇല്ല. NRG വർക്കേഴ്സ് യൂണിയൻ്റെ ഒരു പ്രതിഷേധ മീറ്റിംഗ് ആണ് ഇവിടെ. NRG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് R. സനൽകുമാറോട് ചേരുകയാണ്. തൊഴിലുറപ്പിനെ തകർത്തവർക്ക് വീട്ടിൽ പ്രവേശനമില്ല എന്ന മുദ്രാവാക്യമാണല്ലേ? ഞങ്ങളൊരു പ്രതീകാത്മകമായ സമരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. കാരണം ഇന്ത്യയിൽ തന്നെ ഇവരുടെ ആകെ ജീവിതം മുട്ടിക്കുന്ന ഒരു തീരുമാനമാണ് VBG റാംജി എന്ന കരിനിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിയമം നടപ്പാകുന്നതോടുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്നേക്കുമായി അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ച ബഡ്ജറ്റിലും കേരള ഗവൺമെൻറ് ഏതാണ്ട് 1300 കോടി രൂപ 1000 കോടി രൂപ പുതിയ പദ്ധതിക്ക് വേണ്ടിയും അതേപോലെ തന്നെ ആദിവാസി മേഖലയിൽ ട്രൈബൽ പ്രസിന് വേണ്ടി 50 കോടിയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി 200 കോടിയും ക്ഷേമനിധിക്ക് വേണ്ടി 5.5 കോടി രൂപയും നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 125 ദിവസം ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 125 ദിവസം പോയിട്ട് 40 ദിവസം പോലും ജോലി കൊടുക്കാനുള്ള പൈസ അവർ വെച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പൈസ 30,000 കോടി രൂപ കുടിശ്ശികയാണ്. നമ്മുടെ ജില്ലയിൽ മാത്രം ഏതാണ്ട് കേരളത്തിലാകെ 1000 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 100 കോടിയിലേറെ രൂപ കുടിശ്ശികയുണ്ട്. ഇങ്ങനെ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഈ വഞ്ചന കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എന്നിട്ടോ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ BJP വികസിത ഭാരതം പറയുകയാണ്. ഇവരുടെ ഈ തോന്നിവാസങ്ങൾക്കെല്ലാം കേരളത്തിലെ പ്രതിപക്ഷവും കൂട്ടുനിൽക്കുകയാണ്. ഇന്നലെ കേരള നിയമസഭയിൽ ചർച്ച നടന്നു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട്. പ്രിയപ്പെട്ട നമ്മുടെ തദ്ദേശ മന്ത്രി MD രാജേഷ് മറുപടി പറയുന്ന സമയത്ത് സ്പീക്കറുടെ ഡയസിൽ കയറി അവിടെ പ്രശ്നമുണ്ടാക്കിയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. കേരളത്തോട് ചെയ്യുന്ന ജനദ്രോഹങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും ശരിയായ നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുന്നതിനുള്ള തുടക്കം കോൺഗ്രസിൽ നിന്നാണ് എന്ന് ഈ കാര്യം വ്യക്തമാക്കുന്നു. അവരുടെ സമരം ആത്മാർത്ഥതയുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ ആരെങ്കിലും വീട്ടിൽ കയറ്റില്ല എന്നുള്ള നിലയ്ക്കോ ഉള്ളൊരു സമരമായിട്ടല്ല ഇത് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയും പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പദ്ധതി പിൻവലിച്ച് 2005 തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നാണ്. തൊഴിലുറപ്പിനെ തകർക്കാത്ത എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം, തൊഴിലുറപ്പിനെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഞങ്ങളിതൊരു പ്രതീകാത്മകമായ സമരമാണ്. അതുകൊണ്ട് ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയെ കൊണ്ടും ഈ ജില്ലയിലെ 1 ലക്ഷത്തിലേറെ വരുന്ന NRG വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികൾക്ക് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി അച്ചടിച്ചു കൊടുത്തിരിക്കുന്ന ഈ സ്റ്റിക്കർ അവരുടെ വീട്ടിൽ പതിക്കുകയും അവരോരോരുത്തരും ഫോട്ടോ ഇട്ടുകൊണ്ട് ഈ തൊഴിലാളികൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കും. ഇത് ഒരു രാഷ്ട്രീയ ക്യാമ്പയിനല്ല, പക്ഷേ ഇത് ഞങ്ങളുടെ അന്നം മുട്ടുന്നതിനെതിരായ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, ഞങ്ങളുടെ തൊഴിൽ മുടക്കുന്നതിനെതിരായിട്ടുള്ള ജീവിത പ്രശ്നമാണ്. ഈ സമരത്തിന് കണ്ടില്ലേ, ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇന്ന് ജില്ലയിൽ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ 25,000 വീടുകളിലാണ് ഈ സ്റ്റിക്കർ പതിക്കുന്ന പരിപാടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് BJPയോടും ഈ പദ്ധതിയെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ 2005 തൊഴിൽ നിയമം സംരക്ഷിക്കണം. കോൺഗ്രസിന് തൊഴിലാളികളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ UDF കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഈ കേരളത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ യോജിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം ജീവിത പ്രശ്നങ്ങളിൽ മുമ്പോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധിയിലാക്കുന്ന നിയമ ഭേദഗതിയാണ് വരുന്നത് അല്ലേ? അതെ. ജീവിക്കാൻ ഉപജീവന മാർഗം കൂടിയാണ് ഈ പദ്ധതി. സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണോ ഉള്ളത്? അതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാണാം, ഈ സാധാരണക്കാരായ അമ്മമാർ ഇവരുടെ ഒരു ഉപജീവനം തകർക്കുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടിരുന്നത്. എടുത്തു പറയേണ്ടത് ഈ ആളുകളുടെ ഉപജീവനം മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി തകർക്കപ്പെടുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3400 കിലോമീറ്റർ റോഡുകൾ, 8,000-ലധികം പൊതുകുളങ്ങൾ, അങ്ങനെ ധാരാളം ഭൂമി, 4,000-ലധികം ഹെക്ടർ കൃഷിഭൂമി, തരിശുഭൂമി കൃഷിഭൂമിയാക്കി യോഗ്യമാക്കിയ അങ്ങനെ പദ്ധതികളും നടപ്പാക്കി കേരളത്തിനാകെ വികസനത്തിന് മേന്മ നൽകുന്ന പദ്ധതിയെ കൂടിയാണ് തകർക്കപ്പെടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.